ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2 ലേഔട്ട്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നൊരു റൊമാൻറ്റിക് ലേഔട്ട്, പിന്നെ ഒന്ന് ബേബീൻ്റെ കൂടെ ഉള്ളത്. ദിസ് ഈസ് വെരി സിമ്പിൾ. കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ആൽബം. ഈ ആൽബത്തിലുള്ള 2 പേജസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെൻ്റെ ക്ലോസ് റിലേറ്റീവിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് ലാസ്റ്റ് വീക്ക്. സോ പ്രോസസ് വീഡിയോയിലേക്ക് പോവാം. സോ കപ്പിൾ പേജ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഈ പേജിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വാഷി ടേപ്സ് ആണ്. കോർഡിനേറ്റിംഗ് കളേഴ്സ് ആൻഡ് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഷി ടേപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഫ്രം സിമ്പിൾ സ്റ്റോറീസ്. ഇവിടെ ഫ്രെയിം ആയിട്ട് അല്ലെങ്കിൽ ബോർഡറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഷി ടേപ്പ് എടുത്തിരിക്കുന്നത്. സോ 4 സൈഡും നമുക്ക് ഈ വാഷി ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ് 2 ഫോട്ടോഗ്രാഫ്സ് ആണ്. ഇതിൽ സെയിം ഫോട്ടോ ഞാൻ 2 സൈസിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മളെ മെയിൻ എലമെൻറ്റ് വരാം. എപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിൽ ബോർഡേഴ്സ് വേണം. സോ ഞാൻ ഒരു പ്ലെയിൻ കാർഡ് സ്റ്റോക്ക് എടുക്കുകയാണ്, ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ലിറ്റിൽ ബിറ്റ് പാറ്റേൺ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സോ അത് ഐ എം യൂസിങ് എ ഗ്ലൂ ടേപ്പ് ആൻഡ് സ്റ്റിക്കിംഗ് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ടു ദി കാർഡ് സ്റ്റോക്ക്. കുറച്ച് ബോർഡർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വൈറ്റ് ആണ്. സോ അതിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു കളർ എടുക്കുക. ഞാൻ അധികം ഡാർക്ക് ഷെയ്ഡിലേക്ക് പോയിട്ടില്ല, ഒരു ഓഫ് വൈറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ബോർഡറിൽ ഒട്ടിച്ച വാഷി ടേപ്പ്, അതുപോലത്തെ പാറ്റേൺഡ് ആയിട്ടുള്ള വാഷി ടേപ്പ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പർ യൂസ് ചെയ്തിട്ട് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പർ ട്രിമ്മറാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഫ്രം ഡ്രസ് മൈ ക്രാഫ്റ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തിക്നെസ്സാണ്. നമ്മളെ ബോർഡറിന് എത്ര തിക്നെസ് വേണോ ഇറ്റ്സ് അപ് ടു യു. ഞാൻ ഇവിടെ പേജിൽ വെച്ച് നോക്കിയിട്ട് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് ഞാൻ കുറക്കുകയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കട്ട് ദം ഔട്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് സ്ക്രാപ്പ് ബുക്കിൻ്റെ പേജ് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുമെന്നുള്ളത്. മുമ്പൊക്കെ കുറേ ഓർഡേഴ്സ് എടുക്കുന്ന ടൈമിന് വീഡിയോ എടുക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക് തന്നെയാണ്. സോ അതിനുള്ള സാഹചര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ട്രൈ ടു മേക്ക് ആസ് മെനി ആസ് ഐ ക്യാൻ. ഇനി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. നൗ ദിസ് ഈസ് മൈ ഡ്രീം ബോക്സ്. എൻ്റെ കുറച്ച് വാഷി ടേപ്പ് കളക്ഷനാണിത്. ഇതിൽ നിന്ന് നമ്മളെ ഫ്രെയിമിന് മാച്ച് ആവുന്ന രീതിയിലുള്ള കുറച്ച് കോർഡിനേറ്റിംഗ് വാഷി ടേപ്പ് കളക്ഷൻ എടുക്കണം. ഞാനൊരു 5-6 പാറ്റേൺസാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. സോ നമുക്ക് എഴുതാനുള്ള സ്ഥലം ഒഴിച്ചിട്ടുള്ള ബാക്കി എൻറ്റയർ സ്പേസ് നമ്മൾ കവർ ചെയ്യണം. ഞാനിവിടെ വാഷി ടേപ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ കത്രിക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കൈ കൊണ്ട് മുറിച്ചെടുത്ത് ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യണം. സോ ഒരുപാട് പാറ്റേൺസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 5-6 എടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ ഒട്ടിക്കണം. നിങ്ങളുടെ കയ്യിൽ കുറേ പാറ്റേൺഡ് ആയിട്ടുള്ള വാഷി ടേപ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പാറ്റേൺ പേപ്പർ എടുത്തിട്ട് സിസേഴ്സ് യൂസ് ചെയ്യാണ്ട് കൈ കൊണ്ട് മുറിച്ച് ഇങ്ങനെ ഒട്ടിച്ചാലും മതി. ഇനി നമ്മൾ ഫോട്ടോസ് ഒട്ടിക്കണം. ഇവിടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ആണ്. നമ്മൾ വാഷി ടേപ്സ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിക്കാൻ നിങ്ങൾക്ക് ഇത് ഗ്ലൂ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡഡ് ടേപ്പാണ് ഓർ ക്യൂബ്സ്. കാരണം ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഓൾ ദി ലേ ഔട്ട്സിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡഡ് ടേപ്പാണ്. നമ്മുടെ ലേ ഔട്ട് 50% കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിക്കേഴ്സ് ആൻഡ് തിക്കേഴ്സ് അല്ലെങ്കിൽ ഡൈ കട്ട്സ് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിമ്പിൾ സ്റ്റോറീസിൻ്റെ അഗെയിൻ കുറച്ച് ഡൈ കട്ട്സ് ആണ്. ഫ്ലോറൽ 1, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് ആൻഡ് എ ടെക്സ്റ്റ്. ഫ്ലോറൽ 1 ടുവേർഡ്സ് ദി ലെഫ്റ്റ് ടോപ്പ്, പിന്നെ ഹാർട്ട് ടുവേർഡ്സ് ദി റൈറ്റ് ബോട്ടം, പിന്നെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് മിഡിലായിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്ക്രാപ്പ് ബുക്കിൻ്റെ ലെഫ്റ്റ് പേജിൽ ടുവേർഡ്സ് ദി റൈറ്റ് ആണ് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേജ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം. ഇനി ഒരു എക്സ്ട്രാ ടെക്സ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് ഷേപ്സ് ഞാൻ നമ്മുടെ ഫോട്ടോഗ്രാഫ്സിൻ്റെ ബിനീത്തായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കുന്നുണ്ട്.
നമ്മൾ ചെയ്ത ലേഔട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർഡർ ഡാർക്ക് ഷെയ്ഡിലാണെങ്കിൽ അതൊന്ന് ഡിം ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു വാഷി ടേപ്പ് എടുത്ത് വെച്ചിട്ട് കവർ ചെയ്യാണ്. ദിസ് സ്റ്റെപ്പ് ഇസ് ഓപ്ഷണൽ ബിക്കോസ് ഇറ്റ് ട്രൂലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് പാറ്റേൺ യു യൂസ് ഫോർ ദ ബോർഡർ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലേഔട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റോസി സ്റ്റുഡിയോ എന്നുള്ള കുറച്ച് ബ്ലിങ് സ്റ്റോൺസ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ദിസ് ഈസ് ഓൾസോ ഓപ്ഷണൽ. നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാം. പിന്നെ മേലെയും താഴെയും കാണുന്ന ബ്ലാങ്ക് സ്പേസസ്, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതാണ്. ഐ വോണ്ട് ടു റൈറ്റ് സം പേഴ്സണൽ നോട്ട്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ഫസ്റ്റ് ലേഔട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലേഔട്ടിലേക്ക് പോകാം. ദാറ്റ്സ് ഓൾസോ വെരി സിമ്പിൾ. കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ലേഔട്ട് ഞാൻ കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. 2 പേജും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. സോ പാറ്റേൺ പേപ്പറിന് മാച്ച് ആയിട്ടുള്ള സോളിഡ് കളേഴ്സ് നമ്മൾ എടുക്കണം. ലെഫ്റ്റ് സൈഡിലുള്ള പാറ്റേണിന് കോർഡിനേറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ്. പിന്നെ നമുക്ക് നെസ്റ്റിംഗ് ഡൈസ് ആണ് വേണ്ടത്. സർക്കിൾ ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ഡൈസ്, നോ പ്രോബ്ലം, വീട്ടിലുള്ള കുപ്പി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ സം വേർഡ് പഞ്ചസ്. വേർഡ് ടെക്സ്റ്റ് ഡൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റിക്കേഴ്സ് എല്ലാം ടിക്കേഴ്സ് വെച്ചിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഇവിടെ ഞാൻ 2 പേജ് എടുക്കാനുള്ള കാരണം എൻ്റെ കയ്യിൽ 2 ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. രണ്ടും സെയിം സൈസാണ്, പക്ഷേ ഒന്ന് ഹൊറിസോണ്ടലായിട്ടും ഒന്ന് വെർട്ടിക്കലായിട്ടാണ് ഉള്ളത്. സോ രണ്ടും കൂടെ ഒരു പേജിൽ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പം ഭംഗി ഉണ്ടാവില്ല. സോ ഇത് ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണം. ആസ് ഐ സെഡ് ഏർലിയർ, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കാർഡ് സ്റ്റോക്ക് യൂസ് ചെയ്ത് അതിൻ്റെ മേലെ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് ബോർഡർ വിഡ്ത്ത് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഒരു ലേഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഫോട്ടോ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. സെക്കൻഡ് വൺ ടുവേർഡ്സ് ദ റൈറ്റ് എൻഡ് ഓഫ് ദി സെക്കൻഡ് പേജ്. നെസ്റ്റിംഗ് ഡൈസ് വെച്ച് കട്ട് ചെയ്തെടുത്ത സർക്കിൾസ് ആണ് ഇതെല്ലാം നമ്മളെ ഫോട്ടോസിൻ്റെ ബിനീത്തായിട്ട് ഒട്ടിക്കണം. ലെഫ്റ്റ് പേജിലുള്ള ഫോട്ടോൻ്റെ അടിയിലായിട്ട് ബിഗ്ഗർ സർക്കിൾ ഒട്ടിച്ചു. അതിൻ്റെ മേലെ സ്മോൾ വൺ, അത് രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി ഡെക്കറേഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഇത് മേലെ അല്ലെങ്കിൽ താഴെ കൊടുക്കാം. പക്ഷേ മേലെ കൊടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫ്സ് കവറാവും. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ്, നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റും വൈറ്റാണ്. സോ ഞാൻ താഴെയാണ് കൊടുത്തിട്ട് ഇത് ഫിനിഷ് ചെയ്തത്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച സർക്കിൾ, അതിൻ്റെ കളർ ഏതാണോ അതിൽ നിന്നും കുറച്ച് സൈസ് കുറഞ്ഞിട്ട് നമ്മൾ ഒരു സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ടുവേർഡ്സ് റൈറ്റ് ആൻഡ് ബിനീത്ത് ദ ഫോട്ടോ ഒട്ടിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഫോട്ടോൻ്റെ അടിയിലാണ് ഒട്ടിക്കേണ്ടത്, ബോർഡറിൻ്റെ അടിയിലല്ല. ഇനി സെക്കൻഡ് സർക്കിൾ സെക്കൻഡ് ഫോട്ടോഗ്രാഫിൻ്റെ അടിയിലായിട്ട് ഒട്ടിക്കാം. ഇറ്റ്സ് ഇൻ ബ്ലാക്ക് കളർ. ഇവിടെ ഞാൻ ബ്ലാക്ക്, വൈറ്റ്, പിങ്ക് ഒക്കെ എടുക്കാനുള്ള കാരണം ഫോട്ടോ തന്നെയാണ്. ഫോട്ടോയിൽ ഇഫ് യു ക്ലോസ്ലി ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ഇറ്റ്സ് ഇൻ ബ്ലാക്ക് കളർ. പിന്നെ ബേബീൻ്റെ ഡ്രസ്സ് ഒന്ന് പിങ്കാണ്, ഒന്ന് വൈറ്റാണ്. സോ അതിനനുസരിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാറ്റേൺസ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി വളരെ കോമൺ ആയിട്ടുള്ളൊരു ഹിഡൻ എലമെൻറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് 16/8 സെൻറ്റിമീറ്റർ ആണ്. ഇനി അതിനെ വിഡ്ത്ത് വൈസ് നമ്മൾ 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നടുവത്തെ ആ 8 സെൻറ്റിമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 8/8ൻ്റെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ കവറിങ് പോർഷൻ്റെ
ടുവേർഡ്സ് ദ മിഡിലായിട്ട് നമ്മളൊരു കട്ട് കൊടുക്കണം. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ വി ഹാവ് ടു മേക്ക് എക്സാക്ട്ലി ലൈക്ക് എ ലോക്കിംഗ് എലിമെൻറ്റ്. അതിന് വേണ്ടിയിട്ട് 2 ഹാർട്ട്സ് കട്ട് ചെയ്തിട്ട് ഉള്ളിലൂടെ ഒട്ടിക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഫോട്ടോൻ്റെ ഫ്രെയിമിലൂടെ ഫ്രെയിം കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ എലിമെൻ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ലേഔട്ട് നമ്മളെ പേജിൽ ഇൻഡാക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്റിംഗ് വാഷി ടേപ്പ് എടുത്തിട്ട് ഞാൻ 2 സൈഡിലും വെച്ചിട്ട് കവർ ചെയ്യാണ് ബിഹൈൻഡ് ദ ഫോട്ടോ. ഇവിടെ വൈറ്റ് ആയിട്ടുള്ളൊരു വാഷി ടേപ്പ് എടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ യൂസ് ചെയ്ത പാറ്റേൺസ് അതിൽ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഇവിടെ വാഷി ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം യു ഹാവ് ടു ചെക്ക് യുവർ അതർ പേജ്. അവിടെയും ഈ ഒരു എലമെൻറ്റ് ചെറുതായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും, ഒരു മാച്ചിങ് ഉണ്ടാവും. സോ ടുവാർഡ്സ് ദ ബോട്ടം ഞാൻ സെയിം വാഷി ടേപ്പ് വെച്ചിട്ട് ബോർഡർ കവർ ചെയ്യാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലുള്ള പേജിന് അധികം പാറ്റേൺസ് ഒന്നുമില്ല. സോ അവിടെയുള്ള ബ്ലാങ്ക് സ്പേസ് എല്ലാം കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടുവാർഡ്സ് ദ റൈറ്റ് ബോർഡറിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ ഹാർട്ട് ഷേപ്പിലുള്ള പാറ്റേൺ വാഷി ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി ഈ പേജിൻ്റെ മെയിൻ ടെക്സ്റ്റ് കൊടുക്കാം. ബ്യൂട്ടിഫുൾ എന്നെഴുതിയൊരു ടെക്സ്റ്റ് വേർഡ് പഞ്ച് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇനി അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോൻ്റെ ഏറ്റവും മേലെ നമ്മൾ ഒട്ടിക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്പേസസ് എല്ലാം കവർ ചെയ്യാം. ഐ ആം ടേക്കിംഗ് മൈ സ്റ്റിക്കർ ബുക്ക് ഫ്രം റോസി സ്റ്റുഡിയോ. ഇതിൽ മാച്ച് ആവുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അവിടെ ഇവിടെ ഒട്ടിക്കണം. ഇനി ലെഫ്റ്റ് പേജിൽ അവിടെ ഓൾറെഡി ഒരു ഹൈലൈറ്റഡ് ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഹേയ് എന്ന് പറഞ്ഞിട്ട്. സോ അതിന് കോർഡിനേറ്റ് ആയിട്ടുള്ളൊരു കുഞ്ഞ് സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു. And a bigger one on the right end of the right page. This is very important കാരണം ബ്ലാങ്ക് സ്പേസസ് നമ്മൾ കവർ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള എലിമെൻറ്റ്സ് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഇല്ലെങ്കിൽ ആ സ്പേസസ് എല്ലാം നമുക്ക് ഇത് ടെക്സ്റ്റ് വെച്ചിട്ട് ചെയ്യാം. ഞാനവിടെ കുറച്ച് ബ്ലാങ്ക് സ്പേസ് വിട്ടു, അത് ടെക്സ്റ്റ് പേഴ്സണൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടോപ്പ് ബോർഡർ ഞാൻ കവർ ചെയ്യുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ളൊരു ബ്ലാക്ക് വേർഡ് വാഷി ടേപ്പാണ്. അത് ഞാൻ ടുവാർഡ്സ് ലെഫ്റ്റും കൊടുക്കുന്നുണ്ട് ബിനീത്ത് ദ ഫോട്ടോ. നമ്മൾ ആദ്യം ചെയ്ത റൊമാൻറ്റിക് ലേഔട്ടിൽ എൻറ്റായ ബോർഡർ കവർ ചെയ്തത് സിംഗിൾ വാഷി ടേപ്പ് വെച്ചിട്ടാണ്. ഈ മെത്തേഡും നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാം. ഇനി ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് അവിടെ ഇവിടെ ഒട്ടിക്കാം, പക്ഷേ ആ ലേഔട്ടിൻ്റെ സ്ട്രക്ചർ മാറാതെ നോക്കണം. ലെഫ്റ്റിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ കോർഡിനേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒട്ടിക്കണം. ഇനി ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ 2 പേജിലും യൂസ് ചെയ്ത സെയിം വാഷി ടേപ്പ് വെച്ചിട്ട് മിഡിൽ സർഫേസ് കവർ ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ഗൈസ്. നമ്മളിന്ന് 2 ലേഔട്ട്സ് പഠിച്ചു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പിന്നെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഐ വിൽ സീ യു വെരി സൂൺ. ബൈ.